Hello students, welcome back to +1 Economics Online Classroom. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഇക്കണോമിക്സിലെ 9ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്, സാഖ്യിക ഉപകരണങ്ങളുടെ ഉപയോഗം. വളരെ ചെറിയൊരു ചാപ്റ്ററാണിത്. ഈ ചാപ്റ്ററിൽ 2 ടോപ്പിക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 2 ടോപ്പിക്കുകളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എക്സാമിന് ചോദിക്കുക. ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് പ്രൊജക്റ്റ്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്, അതിൻ്റെ നടപടിക്രമങ്ങൾ, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഉടനീളം പഠിക്കാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് പ്രൊജക്റ്റ്. ആദ്യം നമുക്ക് എന്താണ് പ്രൊജക്റ്റ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പഠിക്കണം. എ പ്രൊജക്റ്റ് മീൻസ് എ പ്രോഗ്രാം or action to benefits its individuals, groups or society. വ്യക്തികൾക്കോ ഗ്രൂപ്പുകൾക്കോ സമൂഹത്തിന് പൊതുവെയോ ഗുണം ചെയ്യുന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ കർമ്മ പരിപാടി എന്നാണ് പ്രൊജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ പ്രൊജക്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്. എന്തായിരുന്നു? വ്യക്തികൾക്കോ ഗ്രൂപ്പുകൾക്കോ സമൂഹത്തിന് പൊതുവെയോ ഗുണം ചെയ്യുന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ കർമ്മ പരിപാടിയാണ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ. ദ ഐഡിയ ഓഫ് പ്രൊജക്റ്റ് മെത്തേഡ് വാസ് ഇൻട്രഡ്യൂസ്ഡ് ബൈ സൈക്കോളജിസ്റ്റ് വില്യം ഹേർഡ് കിൽപട്രിക്. അതായത് ഈ പ്രൊജക്റ്റ് എന്നൊരു കോൺസെപ്റ്റ്, പ്രൊജക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ പ്രൊജക്റ്റ് രീതി എന്ന ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു ആശയം ആദ്യമായിട്ട് ആവിഷ്കരിച്ച വ്യക്തിയാണ്. പ്രധാനമായിട്ടും പഠിച്ചിരിക്കണം, വൺ വേർഡായിട്ട് ചോദിക്കാറുണ്ട്. ഒരു സൈക്കോളജിസ്റ്റാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ പേരാണ് വില്യം ഹേർഡ് കിൽപട്രിക്. ഓക്കെ, ആരായിരുന്നു? വില്യം ഹേർഡ് കിൽപട്രിക്. ഓക്കെ, വൺ വേർഡായിട്ട് എക്സ്പെക്റ്റ് ചെയ്യണം. നെക്സ്റ്റ് നമുക്ക് ഇനി പഠിക്കാനുള്ളത് 2 ടോപ്പിക്കുകളാണ് ഇതിൽ കവർ ചെയ്യാനുള്ളതെന്ന് മുൻപേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ആദ്യം നോക്കുന്നത്. സ്റ്റെപ്സ് ടുവേർഡ്സ് മേക്കിംഗ് എ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കാനുള്ള നടപടിക്രമങ്ങൾ എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്കുകളിൽ 1ാമത്തെ ടോപ്പിക്കാണ് ഇത്. എന്തായിരുന്നു? സ്റ്റെപ്സ് ടുവേർഡ്സ് മേക്കിംഗ് എ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കാനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കോളൂ. പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, 1 by 1 ആയിട്ട് ഓർത്ത് വെക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് ഐഡൻറ്റിഫൈയിങ് എ പ്രോബ്ലം. ഒരു പഠന മേഖല നിർണ്ണയിക്കുക. ഫസ്റ്റ്ലി യു ഷുഡ് ബി ക്ലിയർ അബൌട്ട് വാട്ട് യു വാണ്ട് ടു സ്റ്റഡി. സോ വി മസ്റ്റ് ഐഡൻറ്റിഫൈ ദി പ്രോബ്ലം. എന്താണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ആദ്യം നിർണ്ണയിക്കണം. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, കുടിവെള്ള പ്രശ്നം, ഇങ്ങനെ ഏതെങ്കിലും. അതായത് ആദ്യം നമ്മൾ ഏത് സ്റ്റെപ്പാണ് ടേക്ക് ചെയ്യേണ്ടത്? എന്തിനെക്കുറിച്ചാണോ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്? ചിലപ്പോൾ പോവർട്ടി, ദാരിദ്ര്യത്തെക്കുറിച്ചാവാം, അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മയെക്കുറിച്ചാവാം, അല്ലെങ്കിൽ കുടിവെള്ള പ്രശ്നങ്ങൾ, ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ്, അതിനെക്കുറിച്ചാവാം. ഇതിലേതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. 2ാമത്തെ സ്റ്റെപ്പ്, 2ാമത്തെ നടപടിക്രമം ചോയ്സ് ഓഫ് ടാർഗറ്റ് ഗ്രൂപ്പ്. പഠന ഗ്രൂപ്പിനെ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ പഠന ഗ്രൂപ്പിനെ തിരഞ്ഞെടുക്കണം. ആഫ്റ്റർ ഐഡൻറ്റിഫൈ ദി പ്രോബ്ലം വി ക്യാൻ സെലക്ട് ദി ടാർഗറ്റ് ഗ്രൂപ്പ്. പഠന വിഷയം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പഠിക്കാൻ ആവശ്യമായ ഗ്രൂപ്പിനെ തിരഞ്ഞെടുക്കണം. അതായത് ഗ്രാമീണ ജനങ്ങൾ, നഗരജനങ്ങൾ, സ്ത്രീകൾ, പുരുഷന്മാർ എന്നിങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗം. അതായത് പ്രോബ്ലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് പഠന ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതിനെ തിരഞ്ഞെടുക്കണം. അത് റൂറൽ പീപ്പിൾ ആണോ, അല്ലെങ്കിൽ അർബൻ പീപ്പിൾ ആണോ, ഫീമെയിൽസ് ആണോ, അല്ലെങ്കിൽ മെയിൽസ് ആണോ, ഇതിൽ ഏത് വിഭാഗമാണ് അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പാണെന്ന് തിരഞ്ഞെടുക്കണം. ഓക്കെ, 3ാമത്തെ സ്റ്റെപ്പ്, 3ാമത്തെ നടപടിക്രമമാണ് കളക്ഷൻ ഓഫ് ഡാറ്റ. എന്തായിരുന്നു? കളക്ഷൻ ഓഫ് ഡാറ്റ, ദത്ത ശേഖരണം. The third step is to collect the data depends on the nature of our study. It may be primary data or secondary data.
പഠിക്കാൻ ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുകയാണ് അടുത്ത നടപടി. ഇതിനെ പ്രാഥമിക ദത്തശേഖരണ മാർഗങ്ങൾ അല്ലെങ്കിൽ ദ്വിതീയ ദത്തശേഖരണ മാർഗങ്ങൾ ഇതിലേത് വേണമെങ്കിലും ഉപയോഗപ്പെടുത്താവുന്നതാണ്. നാലാമത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ നടപടിക്രമമാണ് ഓർഗനൈസേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ, ദത്തങ്ങളുടെ അവതരണം. ആഫ്റ്റർ കളക്ടിംഗ് ദ ഡാറ്റ ബൈ യൂസിംഗ് വേരിയസ് സോഴ്സസ്, the next step is to present them in a systematic manner in the form of tables, graphs and diagrams. ദത്തങ്ങൾ ശേഖരിച്ച ശേഷം അവയെ അവതരിപ്പിക്കണം. അത് ഏതൊക്കെ രൂപത്തിലാണ്? പട്ടിക, ഗ്രാഫ്, ബാർ ഡയഗ്രാം, പൈ ഡയഗ്രാം എന്നിവയെല്ലാം ഉപയോഗിച്ച് ദത്തങ്ങളെ അവതരിപ്പിക്കാം. നമ്മൾ നാലാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു അല്ലേ? പ്രസന്റേഷൻ ഓഫ് ഡാറ്റ, ഗ്രാഫ് ഉപയോഗിച്ച് കൊണ്ടുള്ള പ്രസന്റേഷൻ, അതുപോലെ ബാർ ഡയഗ്രാം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ രൂപത്തിലെല്ലാം ഡാറ്റയെ നമുക്ക് പ്രസന്റ് ചെയ്യാം. ഓക്കെ, അഞ്ചാമത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ നടപടിക്രമമാണ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രട്ടേഷൻ, വിശകലനവും വ്യാഖ്യാനവും. ആഫ്റ്റർ ഓർഗനൈസേഷൻ വി ക്യാൻ കാൽക്കുലേറ്റ് ദി റിസൾട്ട് ത്രൂ ദി മെത്തേഡ് ഓഫ് ആവറേജസ്, ഡിസ്പെർഷൻ ആൻഡ് കോറിലേഷൻ. ശരാശരിയുടെ അളവുകളായ അരിത്തമെറ്റിക് മീൻ, മീഡിയൻ, മോഡ്, സഹബന്ധം അല്ലെങ്കിൽ കോറിലേഷൻ എന്നിവ ഉപയോഗിച്ച് ദത്തങ്ങളെ വിശകലനം ചെയ്യാം. ഓക്കെ, ഡാറ്റയെ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ഒരുപാട് അളവുകളുണ്ട്. അതെല്ലാം നമ്മൾ അഞ്ചാമത്തെ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, ആറാമത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ നടപടിക്രമമാണ് കൺക്ലൂഷൻ, സമാപനം. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഡ്രോ എ മീനിങ് കൺക്ലൂഷൻ ബേസ്ഡ് ഓൺ ദി റിസൾട്ട്. പഠനഫലം വിശകലനം ചെയ്ത് നിഗമനങ്ങളിൽ എത്തിക്കാം. അവസാനത്തെ അതുപോലെ ഏഴാമത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ നടപടിക്രമമാണ് ബിബ്ലിയോഗ്രഫി, ഗ്രന്ഥസൂചിക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹിയർ വി റെക്കോർഡഡ് ദി നെയിം ഓഫ് ബുക്സ് യൂസ്ഡ് ഫോർ റെഫറൻസ്. പഠനത്തിനായി ഉപയോഗപ്പെടുത്തിയ ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ, ഗവേഷണ റിപ്പോർട്ടുകൾ, പത്രങ്ങൾ തുടങ്ങിയവയെല്ലാം ഇതിൽപ്പെടും. ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണോ ഈ പ്രൊജക്റ്റ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ, റെഫറൻസ്, ഷോർട്ട്ലി വി ക്യാൻ സേ റെഫറൻസ്, നമുക്ക് എവിടെ നിന്നാണ് ഈ വിവരങ്ങളെല്ലാം ലഭിച്ചത്. അതൊരു പക്ഷേ പബ്ലിക്കേഷൻസ് നിന്നായിരിക്കാം അല്ലെ, ബുക്സ്, പ്രസിദ്ധീകരണത്തിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഗവേഷണ റിപ്പോർട്ടുകൾ, റിസർച്ച് റിപ്പോർട്ടുകളിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ്, പത്രങ്ങളിൽ നിന്നായിരിക്കാം. അങ്ങനെ എവിടെ നിന്നാണോ നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചത്, ആ സോഴ്സിനെയാണ് എവിടെ പറയുന്നത്? ബിബ്ലിയോഗ്രഫി അല്ലെങ്കിൽ ഗ്രന്ഥസൂചികയിൽ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ദ സ്റ്റെപ്സ് ടുവാർഡ്സ് മേക്കിംഗ് എ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കാനുള്ള നടപടിക്രമങ്ങൾ 7 സ്റ്റെപ്പുകൾ, 7 നടപടിക്രമങ്ങൾ ഉണ്ട്. കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കണം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഐഡന്റിഫൈയിങ് എ പ്രോബ്ലം, ഒരു പഠന മേഖല നിർണ്ണയിക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് ചോയ്സ് ഓഫ് ടാർഗറ്റ് ഗ്രൂപ്പ്, പഠന ഗ്രൂപ്പിനെ തിരഞ്ഞെടുക്കണം. തേർഡ് കളക്ഷൻ ഓഫ് ഡാറ്റ, ദത്തശേഖരണം. ഫോർത്ത് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ, ദത്തങ്ങളുടെ അവതരണം. ഫിഫ്ത്ത് അനാലിസിസ് ആൻഡ് ഇന്റർപ്രട്ടേഷൻ, വിശകലനവും വ്യാഖ്യാനവും. സിക്സ്ത് കൺക്ലൂഷൻ, സമാപനം. ആൻഡ് ലാസ്റ്റ് സെവൻത്ത് വൺ ബിബ്ലിയോഗ്രഫി, ഗ്രന്ഥസൂചിക. ഓക്കെ, അപ്പോൾ ആ ഒരു ടോപ്പിക് നമ്മൾ പഠിച്ചു. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇനി ഈ ചാപ്റ്ററിലെ രണ്ടാമത്തെ ടോപ്പിക്കാണ് സ്ട്രക്ചർ ഓഫ് എ പ്രൊജക്റ്റ് റിപ്പോർട്ട്, ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ ഘടന. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്നും ചോദിക്കുന്ന രണ്ടാമത്തെ ഒരു ചോദ്യമാണ് സ്ട്രക്ചർ ഓഫ് എ പ്രൊജക്റ്റ് റിപ്പോർട്ട്, ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ ഘടന. ഓക്കെ, ഇവിടെയും 1 by 1 പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്ട്രക്ചർ, ഒന്നാമത്തെ ഘടന എന്താണ്? ഫസ്റ്റ് വരേണ്ട കാര്യം എന്താണ്? ഇൻട്രൊഡക്ഷൻ, ആമുഖം. In the first section of introduction, we report the need, importance and relevance of the project. പഠനത്തിൻ്റെ ആവശ്യകത, പ്രാധാന്യം എന്നിവ സൂചിപ്പിക്കുന്നതാണ് ഇത്. പ്രൊജക്റ്റ് വായിക്കാൻ കൊടുക്കുന്ന ഒരാൾക്ക് അതിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും ഇതിലൂടെ മനസ്സിലാക്കാം. അതായത് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അതായത്
ഈ ഒരു പഠനത്തിൻ്റെ ആവശ്യകത, ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ആവശ്യകത എന്താണ്, അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളുടെ ചെറിയൊരു ചുരുക്ക രൂപം, അതുപോലെ ഇതാരാണോ ഈ പ്രൊജക്റ്റ് റിപ്പോർട്ട് വായിക്കുന്നത് അവർക്ക് ഈ ഒരു പ്രൊജക്റ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ റെലവൻസ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഇതൊക്കെയാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. രണ്ടാമത്തെ സ്ട്രക്ചർ അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ഘടന, രണ്ടാമത്തെ ഒരു ഭാഗമായിട്ട് വരുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി പ്രോബ്ലം, പ്രശ്ന അവതരണം എന്ന് പറയും. ഇൻ ദിസ് സ്റ്റെപ്പ് വാട്ട് ഈസ് ദി ഇഷ്യൂ ഓഫ് അവർ പ്രൊജക്റ്റ്, ഇറ്റ് ഈസ് ടു ബി ക്ലിയർലി സ്റ്റേറ്റഡ്. പ്രൊജക്റ്റിൻ്റെ പഠന വിഷയം എന്താണെന്ന് വ്യക്തമായും കൃത്യമായും അവതരിപ്പിക്കുന്നതാണ് ഇത്. അതായത് പ്രൊജക്റ്റിൻ്റെ വിഷയം എന്താണ്, ആ വിഷയം കൃത്യമായിട്ടും വ്യക്തമായിട്ടും എന്ത് ചെയ്യണം, ഇവിടെ പറഞ്ഞിരിക്കണം അല്ലെങ്കിൽ അവതരിപ്പിച്ചിരിക്കണം. ഓക്കെ. തേർഡ്, ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ. ഹിയർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി പ്രൊജക്റ്റ് ആർ ലിസ്റ്റഡ് ആൻഡ് നമ്പേർഡ്. പ്രൊജക്റ്റിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്ന് വ്യക്തമാക്കുന്നു, കൂടുതൽ വിവരാത്മകമാണിത്. ഓക്കെ. അതായത് ഈ പ്രൊജക്റ്റിൻ്റെ ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. ആ ഒബ്ജക്റ്റീവ്സ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ആ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണെന്ന് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് കൊടുക്കണം, നമ്പേഴ്സ് ആയിട്ട് ലിസ്റ്റ് ചെയ്യണം. ഓക്കെ. നാലാമത്തെ ഭാഗമാണ് മെത്തഡോളജി, പഠന രീതി. ഹിയർ വി ക്യാൻ പോയിന്റഡ് ദി സോഴ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ, മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് യൂസ്ഡ് ഇൻ അനാലിസിസ്. പഠനത്തിൽ ഉപയോഗിച്ച രീതി സൂചിപ്പിക്കുന്നതാണിത്. അതായത് പഠനത്തിന് ഉപയോഗിച്ച വിവരങ്ങൾ പ്രാഥമികമാണോ ദ്വിതീയമാണോ, അതുപോലെ എങ്ങനെയാണ് അവ ശേഖരിച്ചത്, അതുപോലെ ചോദ്യാവലി ഉപയോഗിച്ചാണോ, അതുപോലെ സാമ്പിൾ സർവേ ഉപയോഗിച്ചാണോ തുടങ്ങിയ ഇതെല്ലാം സൂചിപ്പിക്കുന്നതാണ് ഇത്. അതായത് നമ്മൾ പഠനത്തിന് ഉപയോഗിച്ച വിവരങ്ങൾ പ്രാഥമിക ദത്തമാണോ അല്ലെങ്കിൽ ദ്വിതീയ ദത്തമാണോ, അവ എങ്ങനെയാണ് ശേഖരിച്ചത്, ചോദ്യാവലി ഉപയോഗിച്ചിരുന്നോ, ക്വസ്റ്റ്യനെയർ യൂസ് ചെയ്തിരുന്നോ, അതുപോലെ സാമ്പിൾ സർവേകൾ നടത്തിയിരുന്നോ. ഓക്കെ. ഇതെല്ലാം സൂചിപ്പിക്കുന്നതാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. അതായത് മെത്തഡോളജി, ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ഡാറ്റ കളക്ട് ചെയ്തത്, ഒക്കെയാണല്ലോ പഠന രീതി. അടുത്ത പോയിന്റ് ആണ് അനാലിസിസ്, വിശകലനം. ദിസ് ഈസ് ദി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എ പ്രൊജക്ട് റിപ്പോർട്ട്. അണ്ടർ ദിസ് സ്റ്റെപ്പ് എ ലൈൻ ബൈ ലൈൻ അനാലിസിസ് ക്യാൻ ബി ഡൺ ത്രൂ അപ്രോപ്രിയേറ്റ് മെഷേഴ്സ്. ഒരു പ്രൊജക്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത്. ഇവിടെ പ്രൊജക്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി സൂചിപ്പിക്കുന്നു. ഓക്കെ. അപ്പോൾ ഏറ്റവും പ്രൊജക്ട് റിപ്പോർട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അല്ലെങ്കിൽ പാർട്ടാണ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഇവിടെയാണ് പ്രൊജക്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും, പ്രൊജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും അല്ലെങ്കിൽ വിവരങ്ങളും സൂചിപ്പിക്കുന്നത്, വ്യക്തമായിട്ട് പറയുന്നത് ഈ ഒരു ഭാഗത്തിൽ ആണ്. ഓക്കെ. ആറാമത്തെ ഭാഗമാണ് ലിമിറ്റേഷൻസ്, പരിമിതികൾ. ലിമിറ്റേഷൻസ് മീൻസ് ദി റിയൽ പ്രോബ്ലംസ് ദാറ്റ് ഫേസസ് ഇൻ ദി ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. ഇറ്റ് ഈസ് ടു ബി ലിസ്റ്റഡ്. ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കുമ്പോൾ അവിടെ അതിലുണ്ടായിട്ടുള്ള പരിമിതികളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സമയക്കുറവ്, സർവേ നടത്തുമ്പോൾ ലഭിച്ച മറുപടിയുടെ കൃത്യതയില്ലായ്മ തുടങ്ങിയ കാര്യങ്ങൾ. അതായത് ഒരു പ്രൊജക്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ, അതായത് ഡാറ്റ കളക്ഷൻ ചെയ്യുമ്പോൾ ഒരുപാട് പരിമിതികൾ അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ റെസ്പോണ്ടൻസ് ഉണ്ടാവില്ല, വിവരദാതാവ് ഉണ്ടാവില്ല, ചിലപ്പോൾ അവർ ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് തരില്ല, അല്ലേ? നോൺ റെസ്പോൺസ് ഉണ്ടായിരിക്കാം. ഓക്കെ. പ്രതികരണമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. ആ ലിമിറ്റേഷൻസ് എല്ലാം പോയിന്റ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഭാഗമാണ് ലിമിറ്റേഷൻസ് എന്ന ഒരു ഭാഗം, അല്ലെങ്കിൽ പരിമിതികൾ എന്നൊരു ഭാഗം. അവസാനത്തെ ഭാഗമാണ് കൺക്ലൂഷൻ, നിഗമനങ്ങൾ. ഇറ്റ് മീൻസ് എ മീനിങ്ഫുൾ ജനറലൈസേഷൻ ബേസ്ഡ് ഓൺ ദി റിസൾട്ട്. പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചില നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നതാണ് ഇത്. പ്രൊജക്റ്റിൽ പഠിച്ച പ്രശ്നം കൂടുതലാണെന്നോ കുറവാണെന്നോ കുറഞ്ഞു വരികയാണെന്നോ എന്നിങ്ങനെ നിഗമനത്തിൽ എത്തിച്ചേരാം. അതായത് നമ്മൾ പഠിച്ച പ്രൊജക്റ്റ്, ആ വിഷയം, അതുമായി ബന്ധപ്പെട്ട നിഗമനങ്ങൾ. ഓക്കെ. എന്തെങ്കിലും ഒരു പ്രശ്നമാണെങ്കിൽ, ഇപ്പം തൊഴിലില്ലായ്മയാണെന്ന് വിചാരിക്കുക, എക്സാമ്പിൾ, ആ പ്രശ്നം കൂടുതലായിക്കൊണ്ടിരിക്കുകയാണോ അതോ കുറഞ്ഞു വരികയാണോ
അല്ലെങ്കിൽ എന്ത് പറയാം, അതുമായി ബന്ധപ്പെട്ട വേരിയേഷൻസ്, അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഇതൊക്കെയാണ് കൺക്ലൂഷൻ, നിഗമനങ്ങളിലായിട്ട് നമുക്ക് ഈ പാർട്ടിലാണ് അതൊക്കെ മെൻഷൻ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ 7 ഭാഗങ്ങൾ ആണ് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ എന്തായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ ഘടന, സ്ട്രക്ചർ ഓഫ് എ പ്രൊജക്റ്റ് റിപ്പോർട്ട് 7 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? 7 സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ ആണല്ലോ? 7 ഭാഗങ്ങളാണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ, ആമുഖം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി പ്രോബ്ലം, പ്രശ്ന അവതരണം. തേർഡ് ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ. ഫോർത്ത് മെത്തഡോളജി അഥവാ പഠനരീതി. ഫിഫ്ത്ത് അനാലിസിസ് അഥവാ വിശകലനം. സിക്സ്ത് ലിമിറ്റേഷൻസ്, പരിമിതികൾ. ആൻഡ് സെവൻത്ത് ആൻഡ് ലാസ്റ്റ് വൺ കൺക്ലൂഷൻ, നിഗമനങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ 2 ടോപ്പിക്കുകളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ 2 ടോപ്പിക്കുകളിൽ ഏതെങ്കിലും ഒന്ന് നിത്യേന ഈ ചാപ്റ്ററിൽ നിന്നും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഒന്നുകിൽ സ്റ്റെപ്സ് ടുവാർഡ്സ് മേക്കിംഗ് എ പ്രൊജക്റ്റ്, ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കാനുള്ള നടപടിക്രമം ചോദിക്കാം. അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് എ പ്രൊജക്റ്റ് റിപ്പോർട്ട്, ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടിന്റെ ഘടന, അത് ചോദിക്കാം. 2 ടോപ്പിക്കുകളും 7 പോയിന്റുകൾ വീതമാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്ന ഒരു ചാപ്റ്ററാണ്. എല്ലാവർക്കും കൃത്യമായിട്ട് ഈ ചാപ്റ്റർ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ പ്രൊജക്റ്റൊക്കെ ചെയ്തിട്ട് പരിചയമുള്ളവരായിരിക്കും അല്ലേ? പ്രീവിയസ് ക്ലാസ്സുകളിലെല്ലാം പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള പരിചയമുള്ള ആളുകളായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ ഈ ഒരു സ്റ്റെപ്പുകളൊക്കെ പൂർണ്ണമായിട്ടും ഫോളോ ചെയ്തിട്ടല്ല പ്രൊജക്റ്റ് ഒന്നും തയ്യാറാക്കാറ്. ചെറിയ കുട്ടികൾ ഒരുപാട് ഹയർ സ്റ്റഡീസുകളിൽ അല്ലേ, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മളത് സീരിയസ് ആയിട്ട് ചെയ്യുമ്പോഴായിരിക്കും ഈ സ്റ്റെപ്പുകളെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഓർത്തു വയ്ക്കുക, ഒരു പ്രൊജക്റ്റ് അതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത് നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ മുന്നോട്ടുള്ള പഠന ജീവിതത്തിൽ ആവശ്യമായി വരുന്ന കാര്യങ്ങളാണ്. പ്രൊജക്റ്റുകളും ഒക്കെ തയ്യാറാക്കാൻ നിങ്ങൾക്ക് വരുമ്പോൾ ഈ സ്റ്റെപ്പുകളൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ചാപ്റ്റർ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.